ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, വെറുതെ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ചെറിയ പണി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് നോക്കാം. ഇന്നത്തെ എൻ്റെ പണി അരിയാട്ടലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം അരി ഇങ്ങനെ ആട്ടിയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഒറ്റയ്ക്ക് വിട്ടിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും അരി ആട്ടുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ, അത്ര വലിയ കാര്യമാണോ എന്നൊക്കെ. അങ്ങനെയല്ല. ഞാൻ എന്താ പറയുക, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതെന്തിനാണെന്നറിയാൻ വെച്ചിരിക്കുന്നത്, ഈ മോളീന്ന് വല്ല സാധനം ഇങ്ങോട്ട് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വല്ല വലിയ എന്തെങ്കിലും പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഉഴുന്ന് നല്ലപോലെ ആടി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വാരി എടുക്കാം കേട്ടോ. ആട്ടി ആട്ടി അവസാനം കുഴവ പൊക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് അരി ഇതാടാതെ അങ്ങനെ കിടക്കണം ഗൈസ്. അപ്പം നമുക്കിതൊന്ന് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഗ്രൈൻഡറിലിടണ്ടേ. ഞാൻ ഗ്രൈൻഡർ വേറെ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തി ഈസ് ദ മസ്റ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അരിയാട്ടണതിൽ ശ്രദ്ധ പോയപ്പോൾ ഇവിടുത്തെ അത് വെച്ചത് മറന്നു. സംഭവം സോയാബീൻ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് ഞാൻ ഹൈ സ്പീഡിൽ വെച്ചിട്ട് പോയത് കൊണ്ടാന്ന് തോന്നുന്നു. ഓവർ ഫ്ലെയിം ആക്കിയത് കൊണ്ടാണ് എന്താ അതൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മെല്ലെ ഒന്നും ഇങ്ങനെ തുറച്ചെടുക്കാം. വൃത്തിയാക്കിയിട്ട് പോയതാണ്. എന്താണ് ഏഴിൻ്റെ പണി എന്ന് പറയില്ലേ, അതാണിത്. ഇവിടെ മാത്രം ആയിട്ടുള്ളൂ, ഇനി അടിയിലുണ്ടോ? ഇല്ല, അടിയിലില്ല. അവിടെയൊക്കെ വൃത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം. ഇനി ഇതിന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ എത്ര തന്നെ പണി. ഈ സാധനം ഒന്ന് നമുക്കിതിൽ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ച് നോക്കാം. അത് എന്താവും എന്നറിയില്ല, ജസ്റ്റ് നോക്കാം. അറിയുന്നില്ലല്ലോ. കുറച്ച് വെള്ളം വെച്ചിട്ട് അറിയുന്നുണ്ട്.
ഇക്കൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ സാധനം കൂടെ ഉപ്പേരി വെച്ച് കഴിച്ചിട്ടേക്ക് വറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഇക്കാക്ക് വേണ്ടി മാത്രം 2 ഒരു വീട്ടിലത്തെ പണി എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ലല്ലോ, എന്തൊക്കെ പണി കിടക്കണമെന്നല്ലേ. പുറമേ ഉള്ളവർക്ക് പറയും നിനക്കെന്താ പണി ഇവിടെ എന്ന്. വീട്ടിലിരിക്കുന്നവരോട് ചോദിക്കുക നിനക്കെന്താ പണി ഇവിടെ എന്ന്. അപ്പോൾ എന്തൊക്കെയാ പണി എന്നോട് ചോദിക്കുന്നവർക്കാട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഏകദേശം എൻ്റെ എല്ലാ പണിയും ഒരുങ്ങി ലാസ്റ്റ് ഇത് അടിച്ച വരലിൽ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അടിച്ച് കഴിഞ്ഞ് ഇനിയും കിടക്കുന്നു പണികൾ ഊരിപ്പെട്ടത്. ഇതൊന്നും ആർക്കും അറിയണ്ടല്ലോ. ചോദിക്കുന്നവർ ചോദിക്കട്ടെ, പറയുന്നവർ പറയട്ടെ. നമ്മുടെ പണി കൃത്യമായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പറയുന്നവരോടും ചോദിക്കുന്നവരോടൊക്കെ മറുപടി പറയാൻ പോയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ അല്ലേ. അതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്താ അടിച്ചു വാരൽ. അപ്പം എല്ലാ പണിയും കഴിഞ്ഞ് ഒരു കുളിയും കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്ത് ചെയ്താലും കുളിക്കാണ്ടിരുന്ന് നമുക്ക് പറ്റില്ല. എന്തെന്നെ പണിയെടുത്താലും കുളിക്കണം. എത്ര നേരമായാലും കുളിച്ചാലേ എനിക്ക് ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുളിയും പാസ്സാക്കി. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി അങ്ങനെ ഇതേ തന്നെയാണ്, റൊട്ടീനാണ്, സൈക്കിളാണ്. നീ പോയിക്കൊണ്ടേയിരിക്കും, ജീവിതമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.